Good morning to all. Let us start the lesson. Today we can study a story. Today, story പഠിക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ലെസൺ ആണ്. Lesson 10, page number 46. Lesson 10, page number 46. Okay. When the sky fell. When the sky fell. ഒത്തിരി കേട്ടിട്ടുള്ള സ്റ്റോറി അല്ലേ? എല്ലാരും കേട്ടിട്ടില്ലേ? ആകാശം വീഴുന്നേന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ടോ? ആകാശം വീഴുന്നു. When the sky fell. ഒരു സുപ്രഭാതത്തിൽ ആകാശം എല്ലാം ഇടിഞ്ഞു താഴേക്ക് വരുവാണ്. When the sky fell, little rabbit was sleeping under a big mango tree. Suddenly a loud noise woke him up. Little rabbit was sleeping under a big mango tree. ഒരു വലിയ മാവിന്റെ അടിയില് റാബിറ്റ് കിടന്നുറങ്ങുമായിരുന്നു. അപ്പൊ സഡൻലി എ ലൗഡ് നോയ്സ് woke him up. ഉറക്കത്തിനിടയ്ക്ക് വലിയൊരു സൗണ്ട് കേട്ട് ഞെട്ടി ഉണർന്നു. The ground shook. അങ്ങനെ ഗ്രൗണ്ട് അങ്ങനെ ഷെയ്ക്ക് ആയതുപോലെ തോന്നി. അതായത് റാബിറ്റ് കിടന്നുറങ്ങിയപ്പോ എന്തോ സംതിങ് fall down and he thought it was shaking the ground. What can it be? Rabbit എന്ന് വിചാരിച്ചു എന്തായിരിക്കും? The rabbit wondered. He looked up the sky. മുകളിലേക്ക് നോക്കി, ആകാശത്തേക്ക് നോക്കി. It was dark and covered with clouds. Sky എപ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു? It was dark and covered with clouds. Oh no, the sky must be falling down. റാബിറ്റ് എന്താ വിചാരിച്ചേ? ചിലപ്പം സ്കൈയിൽ നിന്ന് എന്തെങ്കിലും വീണതായിരിക്കും, സ്കൈ കുറേശ്ശെ പൊട്ടി പൊട്ടി വീഴുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. Okay. Oh no, the sky must be falling down. He cried. He began to run. റാബിറ്റ് വേഗം എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എന്തിനാ ഓടിയത്? രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഓടിയത് കേട്ടോ. He began to run. I must run away before it falls on my head. കൈ എന്റെ തലയിൽ വീഴുന്നതിന് മുമ്പ് ഞാൻ ഓടി രക്ഷപ്പെടും. Rabbit started to run. On the way he met Mummy Goat. ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ആടിനെ, മമ്മി ഗോട്ട് എന്ന് പറഞ്ഞാല് ഒരു ആടും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള ഒരു മമ്മി ഗോട്ട്. ഓക്കെ, മമ്മി ഗോട്ട് ആൻഡ് ഹെർ കിഡ്സ്. ഗോട്ടും അതിന്റെ കിഡ്സും എല്ലാം ഉണ്ട്. Where are you going in such a hurry, little rabbit? She asked. ഗോട്ട് എന്ന് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ഇത്ര തിരക്കിട്ട് എങ്ങോട്ടാ ഓടുന്നത്? She asked. Run for your life. റാബിറ്റ് എന്ന് പറഞ്ഞേ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. Run for your life. The sky is falling down. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, അല്ലെങ്കിൽ നിങ്ങള് സ്കൈ വീണ് മരിക്കും. ആകാശം പൊട്ടി വീണുകൊണ്ടിരിക്കുക. ഞാൻ കേട്ടു അതിന്റെ സൗണ്ട്. റാബിറ്റ്. The sky is falling down, cried the rabbit. Mummy goat and kids joined him in fear. അത് കേട്ടപ്പോഴെന്ത് ചെയ്ത്? മമ്മി ഗോട്ടും കിഡ്സും റാബിറ്റിന്റെ കൂടെ രക്ഷപ്പെടാൻ വേണ്ടി ഓടാൻ തുടങ്ങി. They met a tiger. അവര് ഓടി ഇങ്ങനെ പോകുന്ന വഴിക്ക് അവരൊരു ടൈഗറിനെ കണ്ടു. Where are you off to? asked tiger. എങ്ങോട്ടാ പോകുന്നത് ഇത്ര സ്പീഡ്? Run for life. The sky is falling down, cried the animals. അവരെന്ത് പറഞ്ഞു? ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുവാണ്. സ്കൈ വീണുകൊണ്ടിരിക്കുകയാണ്. Sky is falling down, cried the animals.
Oh dear, growled the tiger. He too joined them. അപ്പോൾ ടൈഗറിനും പേടിയായി. ഇപ്പൊ ടൈഗറും ഇവരുടെ കൂടെ ഓടാൻ തുടങ്ങി. Oh dear, growled the tiger. He too joined them. Soon the deer, the monkey, the squirrel, the bison, and the peacock had joined them. ഇപ്പൊ കുറെ ആനിമൽസ് ഇവരുടെ കൂടെ ഓടാൻ തുടങ്ങി. എല്ലാവരോടും പറഞ്ഞു sky is falling down. Run for your life. ഇപ്പൊ എല്ലാവരും ഇവരുടെ കൂടെ ഓടാൻ തുടങ്ങി. Then the elephant saw him. ഇപ്പോഴൊരു എലിഫന്റ് അവരെ കണ്ടു. എലിഫന്റ് ചോദിച്ചു, where are you going? He asked. The rabbit said, run for your life. The sky is falling. റാബിറ്റ് എലിഫന്റിനോടും പറഞ്ഞു. എന്താ പറഞ്ഞേ? Run for your life. The sky is falling. The wise old elephant looked up. എലിഫന്റ് വളരെ ബുദ്ധിശാലിയായിരുന്നു. അപ്പൊ അത് എലിഫന്റ് അങ്ങോട്ട് നോക്കി, ആകാശത്തേക്ക് നോക്കി. The sky had not moved at all. അവിടെ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. സ്കൈ അതുപോലെ ഉണ്ട്. But it isn't, he said. Come, let us find out what scared you. എലിഫന്റ് പറഞ്ഞു, എന്റെ കൂടെ വാ, നമുക്ക് എല്ലാവർക്കും പോയി നോക്കാം എന്താ അവിടെ സംഭവിച്ചെന്ന്. റാബിറ്റ് അല്ല പറഞ്ഞത് സ്കൈ ഈസ് ഫാളിംഗ് എന്ന്. ഓക്കെ. The rabbit took them to the big mango tree. അപ്പൊ റാബിറ്റ് എന്ത് ചെയ്തു? ഈ ആനിമൽസിനെ എല്ലാം വിളിച്ചോണ്ട് ആ മാംഗോ ട്രീയുടെ അടുത്ത് ചെന്നു. The elephant saw a big juicy red mango under the tree. എലിഫന്റ് നോക്കിയപ്പം അവിടെ ഒരു വലിയ മാങ്ങാപ്പഴം വീണ് കിടപ്പുണ്ട്. This must have fallen near to with a thud. എന്ന് പറഞ്ഞ സൗണ്ട്, സഡൻ സൗണ്ട്. Little rabbit. എലിഫന്റ് എന്ത് പറഞ്ഞു? ഈ മാങ്ങാപ്പഴം വീണതിന്റെ സൗണ്ട് ആണ് നീ കേട്ടത്. He laughed and you thought it was the sky. അത് കേട്ടപ്പോ നീ വിചാരിച്ചു ആകാശം ഇടിഞ്ഞു വീണതാണ്. ഓക്കെ. എന്തായിരുന്നു വീണത്? മാംഗോ, ജ്യൂസി ഫ്രൂട്ട് ആൻഡ് ജ്യൂസി ബിഗ് ഡ്രൈഡ് മാംഗോ ജ്യൂസ്. മാംഗോ അല്ലേ? എന്തായിരുന്നു വീണത്? മാംഗോ ആണ് വീണത്. റാബിറ്റ് എന്ന് വിചാരിച്ചു സ്കൈ ആണെന്ന് വിചാരിച്ചു. The little rabbit felt so silly. Little rabbit ആകെ നാണക്കേടായി അല്ലേ? He started laughing. He also started laughing. Is it nice story? Yes. അല്ലേ? നല്ല സ്റ്റോറി അല്ലായിരുന്നോ? കഥ നല്ലതല്ലായിരുന്നോ? ഈ കഥയാണ് നമ്മള് വായിക്കണം. ഓക്കെ. ഗ്രാമർ പഠിച്ചോ? നെക്സ്റ്റ് പേജ് നമ്പർ 48. ഗ്രാമർ. ABCD 26 ലെറ്റേഴ്സ് ഉണ്ടല്ലേ? ആ 26നെ നമ്മള് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൊവൽസ് ആൻഡ് കോൺസോണൻസ്. Vowels and consonants. Vowels are only 5 letters. Vowels are only 5 letters. Do you know what are they? A, E, I, O, U. Okay, Hadia Rashid. Do you know the vowels? മനസ്സാ മിസ് എവിടെ വരെ പഠിപ്പിച്ചു? പേജ് നമ്പർ എവിടെ വരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞേ? 49 ലാസ്റ്റ്. നൗൺസ് തൊട്ടാണോ ഇനി പഠിപ്പിക്കേണ്ടത്? പേജ് നമ്പർ 50 മുതൽ പഠിപ്പിക്കണം. ആണോ? അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാവേ. ഓക്കെ, എല്ലാവരും കേട്ടു. Vowels A, E, I, O, U. Vowels. Remaining all letters are consonants. Then
വൊവൽസിന് മുൻപ് നമ്മൾ ആൻ ഉപയോഗിക്കും. ആൻ എലിഫന്റ്, ആൻ ഈഗിൾ, ആൻ ആപ്പിൾ. AEIOU vowels. Okay. Put us fill in the blanks with the A or an. A cousin, C. C ആണ് start begin ചെയ്യുന്നത്. അപ്പൊ A. And dash old coin. ഏത് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വേർഡ്? ഓ. ഓ എന്ന് പറഞ്ഞാൽ വോവൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആൻ എഴുതിയിരിക്കുന്നത്. ആൻ ഓൾഡ് കോയിൻ. നെക്സ്റ്റ് dash fish. F is vowel or consonant? F ഏതാ? vowel ആണോ consonant ആണോ? consonant ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ A എന്ന് എഴുതിയിരിക്കുന്നു. കോൺസോണന്റ് സൗണ്ടിന് മുന്നില്, കോൺസോണന്റ് ലെറ്റേഴ്സിന് മുന്നില് നമ്മൾ A എഴുതും. വോവൽസ് ലെറ്റേഴ്സ് വന്നിട്ടുള്ള അതിന് മുമ്പില് നമ്മള് ആൻ എഴുതും. ഓക്കെ. അങ്ങനെ നെക്സ്റ്റ് സർക്കിൾ ദ കറക്റ്റ് വേർഡ്സ്. വൺ, the queen wears a crown or an crown. Answer, a crown. This is an orange or a orange. An orange. The matchsticks are in a box or an box. A box. An alligator or a alligator has sharp teeth. An alligator. I saw a octopus or an octopus. An octopus. The children made a snowman or an snowman. A snowman. ഞാൻ അഡ്വാൻസ് മിസ് പഠിപ്പിച്ചതാണ് വേഗം പറഞ്ഞു പോകുന്നു കേട്ടോ. Next, what do you call these people? A person who bakes bread is called. Bread ഒക്കെ bake ചെയ്യുന്ന ആളെ എന്താ നമ്മൾ പറയുന്നത്? Baker. Next, a person who teaches is called a. നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താ പറയുന്നത്? Teacher, അല്ലേ? A person who plays cricket is called a cricketer. A person who paints is called a painter. A person who stitches our clothes is called a tailor. A person who makes pots is called a potter. A person who treats us when we fall sick is called a doctor. Next, page number 50. One and many. Page number 50. Fill in the blanks. One and many. One എന്ന് പറഞ്ഞാൽ സിംഗുലർ, മെനി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. ഒരെണ്ണത്തിന് മാത്രം പറയുന്നത് സിംഗുലർ ഫോം, കുറെ എണ്ണത്തിന് പറയുന്നത് പ്ലൂറൽ. Here, fear. Fear. Lion. Lion എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉള്ളൂ. അപ്പൊ കുറെ എണ്ണത്തിന് എന്ത് പറയും നമ്മള്? Most of the words we get to plural, we add yes or yes. Right? Okay. Lion, lions. L-I. Lions. Next, star. Stars. Next, cub. Cubs. Cubs.
Next, use this or these. This എന്ന് പറയുന്നത് this is a boy. സിംഗുലറിനെ സൂചിപ്പിക്കുന്നത് this. These എന്ന് പറഞ്ഞാൽ these are books. These are mangoes. കുറെ എണ്ണം ഉള്ളതിന് plural ഉണ്ട്. Use this or this. ഇവിടെ boy എന്നാണുള്ളത്. അപ്പൊ boy സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണോ? ഒരാളേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അത് സിംഗുലർ ആയതുകൊണ്ട് this എന്ന് എഴുതണം. Okay. This. Next, dash clocks. Clocks. Clock അല്ല clocks. Clocks എന്ന് പറയുമ്പോൾ plural ആണ്. ഇപ്പോഴവിടെ എന്താ എഴുതേണ്ടത്? These. Next, the dash cars. CARS. കുറെ കാറുകളുണ്ട്. അപ്പോൾ this ആണോ these ആണോ എഴുതേണ്ടത്? These. THESE. ഒരെണ്ണം ഉണ്ടെങ്കിൽ this എന്ന് എഴുതാം. Next, fourth one, dash box. Box ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ എന്താ എഴുതേണ്ടത്? This ആണോ this ആണോ? This. CHIS. അതുപോലെ തന്നെ ദാറ്റും ദോസും. ദാറ്റ് സിംഗുലർ ആണ്, ദോസ് പ്ലൂറൽ ഉപയോഗിക്കണം. Here first one, that flower. Flower എന്ന് പറഞ്ഞത് സിംഗുലർ ആയതുകൊണ്ട് ദാറ്റ് എന്ന് എഴുതും. ഓക്കെ. CHAT, that. Next, dash rabbits. Rabbits. Plural form ആണ്, കുറെ ഉണ്ട്. പക്ഷെ റാബിറ്റ് എന്ന് എഴുതിയിരുന്നത് ദാറ്റ് എന്ന് എഴുതണമായിരുന്നു. പക്ഷെ ഇവിടെ റാബിറ്റ്സ് എന്നാണ്, പ്ലൂറൽ ഫോം ആണ്. സോ ദോസ്. Next, dash glass. ലാസ്റ്റ് എസ് വന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്. ഗ്ലാസിന്റെ പ്ലൂറൽ ഫോം ഗ്ലാസസ് ആണ്. ഇവിടെ ഗ്ലാസ് സിംഗുലർ ഫോം. സോ ദാറ്റ് glass. Next, dash spoons. Plural form ആണ്. Those. Those. THO. Those. Next, adjectives. What is adjective? Describing words. Describe a person. ഒരു person എങ്ങനെയുണ്ട്, എങ്ങനെയാണ്, അതിനെ കുറിച്ച് place or an animal or a thing. ഒരു പേഴ്സണെ കുറിച്ചോ പ്ലേസിനെ കുറിച്ചോ ആനിമലിനെ കുറിച്ചോ തിങ്സിനെ കുറിച്ചോ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് adjective. Suppose write 2 words to describe yourself. നിങ്ങളെ കുറിച്ച് തന്നെ പറയാം. ചിലപ്പോൾ പറയാം ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ pretty, അല്ലെങ്കിൽ tall, short, എന്തെങ്കിലും പറയാം. അത് നിങ്ങൾ this exercise do it yourself. നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടതാണ് ഈ എക്സസൈസ്. യുവർ ഫോം എന്നുള്ളത് ബിഗ് ആകാം, സ്മോൾ ആകാം, ന്യൂ ആകാം, ഓൾഡ് ആകാം, എന്തെങ്കിലും അങ്ങനെയൊക്കെ എഴുതുന്നതാണ്. അത് നമുക്ക് നിങ്ങൾ തന്നെ എഴുതിക്കും. നെക്സ്റ്റ് ജെ ബിറ്റ് നോക്കിക്കേ. Fill in the blanks with the correct describing words from the box. Here, given 5 describing words are given here. Old, 3, little, pink, sharp. The dash car moves fast. ഏതാണ്? Pink. Pink car. അല്ലേ? Next, there is a dash hut in my village. Old. Old.
There is an old hut in my village. Next, there are dash cows in the field. Three cows. Four, a dash bird sat on the windowsill. Little. Five, an eagle has dash claws. Sharp. Sharp. Next, match the describing words with the suitable naming words. Match the describing words with the old grandmother. Yellow sunflower. Yellow sunflower. The line was yellow sunflower like sunflower. 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 Next, big table. Big table. Big table. Hot tea. Hot tea. TEA. Hot tea. Next, small puppy. Small puppy. Once again, look the textbook. Old grandmother, yellow sunflower, big table, hot tea, small puppy. Next, given below a list of pair words, the describing word used in each pair does not match the naming word. Replace the describing word with the suitable one to make correct pair. One, short giraffe. Giraffe short ആണോ? അല്ല, tall അല്ലേ? Tall giraffe. Tall giraffe. Tall giraffe.
Next, sharp rose. Sharp red rose. Red rose. Sour chair. ചെയറിന് എന്തെങ്കിലും പുളിപ്പുണ്ടോ? സോർ എന്ന് പറഞ്ഞാൽ പുളിയുള്ളതാണ്. പുളിയുള്ള ചെയർ ഉണ്ടോ? ഇല്ല. സ്മോൾ ചെയർ. Next, green girl. Beautiful. Beautiful or pretty girl? Pretty girl. Yeah. Pretty girl. Pretty girl. Next, underline the describing words. Write their opposite. നമ്മൾ ആദ്യം find out which is the describing words and give underline and write the opposite. Write their opposite. Okay. Here, Rita wore an old dress. Today, adjective is describing word is old. Old underline ചെയ്തിട്ടുണ്ട്. Old is the opposite എന്താണ്? New. Next, there was a small tree in the park. Here, describing word is small. Underline ചെയ്ത് SMALL, small. Describing word is small. Underline the describing word. And small opposite is small opposite big. Small opposite is big. Next, Hari's mother is a short man. Here, describing word is short. Underline the describing word. Short. SHORT. Short opposite tall. Short opposite is tall. Next, it is a cold morning. Describing word is cold. COLD. Cold opposite short. Next, this is a soft towel. The describing word is soft. 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 Soft opposite hard. Hard. Next, sixth one. An elephant is a heavy animal. Heavy. Describing word is heavy. HEAVY. Heavy underline. And heavy opposite is light. Next, it is a high mountain. The describing word is high. 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 High opposite low. LOW.
Okay, see you next class. See you next class. Bye.